യുക്രൈൻ റഷ്യയിൽ നടത്തിയ സൈനിക നടപടിയിൽ മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതോടെ സ്വന്തം മരണ വാറണ്ടിനാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവനായ കിറില്ലോവിനെ ഇലക്ട്രിക് സ്കൂട്ടർ ഘടിപ്പിച്ച സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതോടെ സെലൻസ്കി പരുങ്ങലിലായിരിക്കുകയാണ്. ഇതോടെ യുക്രൈൻ ഭരണകൂടത്തെ ഒന്നാകെ റഷ്യ ഉന്മൂലനം ചെയ്യുമെന്ന് അഭ്യൂഹം ഇപ്പോൾ മേഖലയിൽ ശക്തമാണ്. അതേസമയം സിഐയുടെ പങ്ക് റഷ്യ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റഷ്യ പ്രതികാരം ചെയ്യുമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് നേരെയും വരാതിരിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് അമേരിക്ക. അതിനു മുന്നോടിയായി ഈ ആക്രമണത്തിൽ ഒരു പങ്കുമില്ലെന്ന് അമേരിക്ക ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ ആസൂത്രണം ചെയ്തതായി കരുതപ്പെടുന്ന സ്ഫോടനത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ അവകാശപ്പെടുന്നത്. ഇതിലൂടെ റഷ്യയുടെ ആക്രമണങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തടയാൻ കഴിയുമെന്നാണ് അമേരിക്ക കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഓപ്പറേഷനെ കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നു എന്നും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകുകയോ പങ്കെടുക്കുകയോ ചെയ്യില്ലെന്നും വ്യക്തമാക്കി പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാർട്ട് റൈഡർ രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഫോടനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ മാധ്യമങ്ങളിൽ ലഭ്യമായതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ തന്റെ പക്കൽ ഇല്ല എന്നും റൈഡർ കൂട്ടിച്ചേർത്തു. അമേരിക്കയ്ക്ക് ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നെന്നും സംഭവത്തിൽ പങ്കില്ലെന്നും തനിക്കും അത് നിങ്ങളോട് പറയാൻ കഴിയുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും അവകാശപ്പെടുന്നത്. 2017 കിറില്ലോവ് മിലിറ്ററി ബ്രാഞ്ചിന്റെ കമാൻഡറായി ചുമതല ഏറ്റെടുക്കുന്നത്. റഷ്യൻ ജനറലിന് യുദ്ധക്കളത്തിലെ കെമിക്കൽ ഏജന്റുകളുടെ ഉപയോഗവുമായി ബന്ധമുണ്ടെന്ന് യുക്രൈൻ ആരോപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്നാൽ യുക്രൈന്റെ എല്ലാ അവകാശവാദങ്ങളും റഷ്യ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഉക്രൈൻ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഈ ആക്രമണത്തിന് പിന്നിൽ അവരുടെ ഏജൻസിയായ SBU ആണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BBC, റോയിട്ടേഴ്സ്, യുക്രൈൻ മാധ്യമങ്ങൾ തുടങ്ങി ഒന്നിലധികം റഷ്യൻ വിരുദ്ധ മാധ്യമങ്ങൾ SBUയിലെ അജ്ഞാത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട കിറില്ലോവിനെ യുദ്ധക്കുറ്റവാളിയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. റഷ്യൻ സൈനികർക്കെതിരെ യുക്രൈനിന്റെ രാസായുധ പ്രയോഗം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അന്വേഷണത്തിൽ അദ്ദേഹം ഉൾപ്പെടുന്നു. കൂടാതെ യുക്രൈനിലെ അമേരിക്കൻ ലാബുകളെ കുറിച്ച് സ്ഥിരമായി നിരീക്ഷണ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു. മാധ്യമ റിപ്പോർട്ടുകളും മുൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും അനുസരിച്ച് യുക്രൈന്റെ ശത്രുക്കളായി കരുതുന്ന ഉന്നതരെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ സഹായത്തോടെ വിപുലമായൊരു കൊലപാതക പരമ്പര തന്നെ യുക്രൈൻ നടത്തിവരുന്നുണ്ട്. സൈനിക പരാജയങ്ങൾ മൂലം യുക്രൈൻ തീവ്രവാദ തന്ത്രങ്ങൾ വരെ അവലംബിക്കുകയാണെന്ന് രൂക്ഷ വിമർശനങ്ങളാണ് റഷ്യ ആരോപിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ഡാരിയ ഡുഗിനെയും സൈനിക ബ്ലോഗർ വ്ളാഡിമിർ ടാറ്റാർസ്കിയെയും മറ്റു സാധാരണക്കാരെയും യുക്രൈനിയൻ സർക്കാർ കൊലപ്പെടുത്തിയതും റഷ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്ക ഇങ്ങനെ യുക്രൈനെ മുൻനിർത്തി കൊലപാതക പരമ്പര നടത്തുന്നതിനാൽ അമേരിക്കയെ ആക്രമിക്കണമെന്ന വികാരമാണ് ഇപ്പോൾ റഷ്യയെ ശക്തമായിരിക്കുന്നത്. ഈ ഭാഗത്തിന്റെ അഭിപ്രായം പ്രകാരം അമേരിക്കയിൽ ഒരു ബോംബ് വീണാൽ തീരാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. അതേസമയം അമേരിക്കയുടെ മറ്റ് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയിൽ ആ രാജ്യങ്ങൾക്ക് തന്നെ വലിയ ആശങ്കയാണുള്ളത്. യുക്രൈൻ ഇപ്പോൾ നടത്തിയ ചാവേർ ആക്രമണം മോഡലിൽ നാറ്റോ രാജ്യങ്ങളിലും യൂറോപ്പിലും വ്യാപകമായി ആക്രമണം നടത്താനുള്ള ശേഷി റഷ്യയ്ക്കുണ്ട്. എന്നതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്. നിലവിൽ ഇതേ ശേഷിയുള്ളത് ഇറാനും ഹിസ്ബുള്ളയ്ക്കുമാണ്. ഇപ്പോൾ നടന്ന ഒറ്റ ആക്രമണത്തിലൂടെ റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് കടുത്ത നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും പിന്തുണ നൽകുന്നത് അമേരിക്കയാണ്. ഗാസ, ലബനൻ, സിറിയ എന്നിവിടങ്ങളിൽ കൂട്ടക്കുരുത്ത് നടത്താൻ ഇസ്രായേൽ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതും അമേരിക്കയാണ്. അവിടെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളും നിർത്തലാക്കാൻ അമേരിക്കയുടെ ഒരു വാക്കുമതി. യുദ്ധം നിർത്തണമെന്ന് അമേരിക്ക കടുപ്പിച്ചൊരു വാക്കു പറഞ്ഞാൽ ഇസ്രായേൽ അതനുസരിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ സാമ്രാജ്യത്വ അജണ്ട പ്രകാരമാണ് അതവർ ചെയ്യാതിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും ഇസ്ലാമിക അറബിക് രാജ്യങ്ങൾ മനസ്സിലാക്കി. തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കുരുതിക്ക് ഒരു അറുതി വരുത്താൻ റഷ്യയ്ക്ക് മാത്രമേ കഴിയുമെന്നാണ് ഈ രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. റഷ്യ കൂടുതൽ രാജ്യങ്ങളെ സ്വന്തം ശരിയിലേക്ക് ആകർഷിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ വഴിയും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇതും അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് റഷ്യ. സിഐയുടെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെയും പുറത്തെടുക്കാത്ത ആണവായുധങ്ങൾ രാജ്യത്തുണ്ടെന്നാണ് സംശയിക്കുന്നത്. അടുത്തിടെ അമേരിക്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അജ്ഞാത ഡ്രോണുകൾ തടയാനോ കണ്ടെത്താനോ കഴിയാത്ത അമേരിക്കൻ പ്രതിരോധത്തിന് എങ്ങനെ റഷ്യയുടെ മിസൈൽ ചെറുക്കാൻ കഴിയുമെന്ന് വലിയ ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധമായി തന്നെ കണ്ടാകും യുദ്ധത്തിനെതിരെ തയ്യാറെടുപ്പ് നടത്തുക എന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. എതിരാളിക്ക് ആക്രമിക്കാൻ ഒരു അവസരവും നൽകാത്ത രൂപത്തിലായിരിക്കും ഇത്തരം ആക്രമണങ്ങൾ റഷ്യ നടത്തുകയെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെയാണ് ലോകം ഭയപ്പെടേണ്ടത്. അമേരിക്കയെ ഭൂപരപ്പിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ റഷ്യയുടെ സാത്താൻ 2 എന്ന ഒറ്റ ആണവ മിസൈൽ മതിയാകും. അമേരിക്ക വീണാൽ
മറ്റ് നാറ്റോ രാജ്യങ്ങളുടെ പൊടി പോലും കാണാൻ സാധിക്കില്ല. റഷ്യയെ വെറുതെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തരമൊരു കടുങ്കൈ റഷ്യ പ്രയോഗിച്ചാൽ ഈ ഭൂമിയെ തന്നെ ദോഷമായി ബാധിക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.